പിന്നെ പ്രിയ സുഹൃത്തുക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഗൈസ്? അങ്ങനെ നമ്മൾ തലവൂർ ദേവീ ക്ഷേത്രത്തിലാണ് നമ്മൾ പുറത്തിരിക്കുന്നത്. സ്ഥലം എവിടെയായിരുന്നു വെച്ചാൽ തലവൂർ അല്ല, സ്ഥലം ഈ സ്ഥലത്തിൽ തലവൂർ. ഇത് തലവൂറാണ്. ഇപ്പോൾ സ്ഥലവും തലവൂർ, ക്ഷേത്രവും തലവൂറാണ്. എന്താ പറയാ, ഒരു പോസിറ്റീവ് എനർജി തോന്നുന്നുണ്ട് ഗൈസ്. നിങ്ങൾ വന്നിട്ടുണ്ടോ? തലവൂരൊക്കെ വന്നിട്ടുണ്ടോ? ഇത് കുന്നിക്കൂടല്ലേ? കുന്നിക്കൂടാണ് ഗൈസ്. അപ്പോൾ ഇതിനെപ്പറ്റി പറയാൻ ഒരുപാട് സീനൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കൂ. ഒരു അമ്പലമാണ് ഗൈസ്. ഇതിനെപ്പറ്റി എനിക്ക് ഒരുപാട് പറയാൻ അറിയത്തില്ല, കാരണം ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് തന്നെ ഒരുപാട് പഠിക്കാനുണ്ട്. പിന്നെ ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വലിയൊരു അമ്പലമാണെന്നാണ് അതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഇവിടെ ഈയിടെ ഉത്സവം കഴിഞ്ഞെന്നാണ് അച്ഛൻ്റെ പറയുന്ന അറിവ്. ഇവിടെ ഒരു ആനയുണ്ട്, നമുക്ക് അതിൻ്റെ അടുത്തൊന്ന് പോവാം. ആനയുടെ ഒരു പ്രതിമ കണ്ടുവച്ചിട്ടുണ്ട് ഗൈസ്. പ്രസാദ് എന്നാണ് ഇതിൻ്റെ ഈ ആനയുടെ പേരെന്ന് പറയുന്നത്. ഓക്കെ, നമുക്കൊന്ന് പോയി നോക്കാം. ഇതാണ് ഗൈസ് നമ്മുടെ ആനയുടെ പ്രതിമ. എന്നെ കാണുന്നുണ്ടോ? പ്രതിമയെ പറ്റി പറയാനാണെങ്കിൽ ഇതിനെപ്പറ്റി എനിക്ക് ഒരുപാട് പറയാൻ അറിയത്തില്ല. ഇത് എത്ര വർഷം വെച്ചാൽ ഇത് ഉണ്ടാക്കിയിട്ട് ഗൈസ്? അത് മാത്രമല്ല, പിന്നെ ആർക്കും ഇതിനെപ്പറ്റി ഒരുപാട് അറിവ് കിട്ടുന്നില്ല, കാരണം പുതിയ തലവൂർ പ്രസാദ് എന്നാണ് നമ്മുടെ ഈ ആനയുടെ പേര്. നെയിം ബോർഡ് ഒന്ന് കാണിച്ചു കൊടുത്തത്. ഇതാണ് തലവൂർ. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? തലവൂർ പ്രസാദ്. ഈ പുരാതന കാര്യങ്ങളെ പറ്റി നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഞാനോലൂതും പിപ്പി തഴത്തോട്ടിൽ നെടുമീന്തപ്പി തലവരയില്ലാത്തോനാ പണ്ടേ ഞാനൊരു വാഴ ഗുണം പിടിക്കാത്തൊരു മോനാ പണ്ടേ ഞാനൊരു വാഴ. അപ്പൊ നമുക്ക് പോവാം ഗൈസ്. ബാ. അപ്പോൾ മച്ചാമാരെ നേരിട്ട് നമ്മളിപ്പോൾ പത്തനാപുരം എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടുത്തെ ഒരു വ്ളോഗ് കാര്യങ്ങളായിട്ടൊക്കെ എടുക്കാമെന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരമായി നമ്മളിപ്പോൾ എത്തിയിട്ട് നമ്മളിപ്പോൾ ഈ അമ്പലത്തിൻ്റെ എടുക്കുകയാണ്. കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അമ്പലത്തിൻ്റെ ഇപ്പോൾ സൈഡിലായിട്ട് ഇപ്പോൾ നിൽക്കുകയാണ്. നല്ല കേട്ടോ, നല്ല വൈബുണ്ട്. ഇവിടെ വെച്ചാൽ ഫുള്ള് മലയല്ലേ ഗൈസ്? എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? തിരിച്ച് വെളിച്ചത്തിലൂടെ, കാരണം എന്ത് കഷ്ടമെന്ന് പറയാം. അപ്പോൾ പറയുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ കൈ വേനിക്കുന്നുണ്ട്. ഈ സെൽഫി സ്റ്റിക്കില്ലാത്തതുകൊണ്ട് കൈ വേനിക്കുന്നു. പിടിക്കണമല്ലോ. ഞാനിപ്പോൾ കഴിഞ്ഞ വീഡിയോ ഈസ്റ്റർ വ്ളോഗ് ഇട്ടിട്ടുണ്ട്. അതിന് ഏകദേശം 150+ വ്യൂസ് കയറിയിട്ടുണ്ട്. ഹാറ്റ്സ് ഓഫ് ഗൈസ്, നിങ്ങളുടെയാണ് എല്ലാത്തിനും സപ്പോർട്ട്. സോ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. പിന്നെ എല്ലാവർക്കും സുഖമല്ലേ ഗൈസ്? ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. പവർ റേഷാക്ക് നമ്മൾ ബൈക്കിലാണ് വന്നത്. നമുക്ക് ബൈക്കിൽ പോയിട്ട് നാളെ നമുക്ക് വിഷുവിൻ്റെ പവർ റേസ് ആയിട്ട് പോകണം. നമ്മൾ കുന്നിക്കോട്, പത്തനാപുരം അവിടെ എല്ലാം ജസ്റ്റ് കറങ്ങാം, പവർ റേസ് ആക്കാം. പിന്നെ മെയിനായിട്ടുള്ള കാര്യം അത്രയൊക്കെ നമുക്ക് ഫുൾ നിങ്ങളെ ഫുള്ള് കാണിക്കും ഞാൻ ഗൈസ്. കാർത്തിക് സൂര്യയെ പോലും ആകാൻ എനിക്ക് ആഗ്രഹമില്ലെങ്കിലും ചെറിയതായിട്ടൊരു ചെറിയ ഫെബിന് ആരെങ്കിലും ഒക്കെ ആയി തീർന്നാൽ മതി ഗൈസ്. എന്താ അല്ലേ? കുറച്ച് എവിടെയെങ്കിലും പോയി ഇരിക്കുക. ഞാൻ കുറേ നേരമായി എനിക്കിടെ കയ്യും വേനിക്കുന്നു, കാലും വേനിക്കുന്നു. എനിക്ക് പൊന്നടാവേ ഗൈസ്. അങ്ങനെ നമ്മൾ ഇപ്പോൾ റോഡ് നിൽക്കണം. അപ്പോൾ നമുക്ക് ഇനി വണ്ടിയൊക്കെ ഇറങ്ങാം ഗൈസ്. നമുക്കിനി തീർക്കാം. ഓക്കെ. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഗൈസ് ഇവിടെ ഫുള്ള് കയറ്റമാണ് ഗൈസ്. മൊത്തം ഭയങ്കര കയറ്റമാണ്. പൊളി വൈബാണ് കേട്ടോ. ഇവിടെ വൈബ് അടിക്കാൻ പറ്റിയ സ്ഥലമാണ് ഗൈസ്. പ്രത്യേകിച്ച് നൈറ്റ് ഒരു ആലപ്പുഴക്കാരൻ നിലയിൽ മലപ്രദേശത്തോട്ട് വരുമ്പോൾ പ്രത്യേക സുഖമാണ്. മനസ്സിലാക്കാൻ സുഖമാണ് ഗൈസ്. നല്ല തണുപ്പുണ്ട് ഗൈസ്. തണുപ്പുള്ള ദിവസത്തിൽ നമ്മളങ്ങനെ യാത്ര ചെയ്യുകയാണ്. ദിവസമൊന്നും ഞാൻ പറയുന്നില്ല, ഈ നേരം ഈ പോകുന്ന നേരമാണ് ഗൈസ് എനിക്ക് തണുപ്പുള്ള നേരം. നമ്മളിപ്പോൾ മെയിൻ റോഡിൽ കയറാനായെന്ന് തോന്നുന്നു കേട്ടോ. എന്നെ കാണാൻ പറ്റുന്നുണ്ടോ?
എന്ത് ചെയ്യാനല്ലേ, ഡ്രസ്സ് കാണാൻ പറ്റൂല്ലോ എല്ലാവർക്കും. ആ ഗായ്സ്, അങ്ങനെ നമ്മൾ ലൈറ്റിനെ പറ്റി കൂടെ നമ്മൾ തിരിക്കുകയാണ്. ആ ഓ എല്ലാം കാണുമെന്ന്. ഓക്കെ, നമ്മൾ ലൈറ്റിനെ പിന്നോടെ ഇപ്പം എല്ലാം കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്ട്രീറ്റ് ലൈറ്റിൽ കൂടെ ആണ് ഗായ്സ്. നമ്മുടെ ഇപ്പൊ സ്ട്രീറ്റ് ലൈറ്റിൽ കൂടെ ആണ് ഗായ്സ് പൊക്കോണ്ടിരിക്കുന്നത്. എത്ര പേർക്ക് ഇത് അനുഭവിക്കാൻ പറ്റുമെന്ന് അറിയില്ല. എവിടെയെല്ലാം കറങ്ങാൻ പോകാൻ, വീട്ടിൽ കുത്തിരിക്കുക, കുറച്ച് പെട്ടിയെടുത്തോണ്ടേക്ക് പോരുത്. ഒരു ബ്ലോഗർ എന്ന നിലയ്ക്ക് ജസ്റ്റ് ഒരു അഭിപ്രായം പറഞ്ഞോളൂ, വിട്ടേക്കുക. ഓക്കെ, വായിക്കാം, എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ സെറ്റായിട്ട് റോഡിലെത്തിയിട്ടുണ്ട്. ഇനി നേരെ വീട്ടിലോട്ടാണ് ഇന്ന്. യെസ്, നമ്മളിനിപ്പോൾ നേരെ വീട്ടിലോളം കാട്ടുകൾ പോലെ പോലെ സുന്ദരം. ഓ, വേറൊരു സംസ്ഥാനത്ത് വന്ന് വേറൊരു സ്ഥലത്ത് വന്ന് ഇങ്ങനെ വേറൊരു സ്ഥലത്ത് വന്ന് നമ്മളിങ്ങനെ ചുറ്റി അടിക്കുമ്പോൾ പ്രത്യേക സുഖമാണ്. നമ്മുടെ നാട്ടിൽ പറഞ്ഞത് ഈ സുഖം കിട്ടുന്നില്ല. എന്താണ് തലവരയില്ലാത്തോന പണ്ടേ ഞാനൊരു വാഴ, ഗുണം പിടിക്കാത്തൊരു മോന പണ്ടേ ഞാനൊരു വാഴ.